നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 2024 എന്ന പുതുവർഷത്തിൽ തൊഴിൽപരമായിട്ട് ഓരോ രാശിക്കൂറുകാരുടെയും ഫലങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ള വീഡിയോ ആണ് ചെയ്തു വന്നിരുന്നത്. മേടക്കൂറുകാരുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇടവക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് തൊഴിൽപരമായിട്ട് 2024. ഇപ്പോഴുള്ള തൊഴിലിലൊക്കെ മാറ്റം വരാനുള്ള സാഹചര്യമുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തന മേഖലയെ ക്രമപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖല എന്തുമാകട്ടെ, അതിൽ ഭാവിയിൽ പുരോഗമനത്തിനായി നല്ലൊരു പ്രായോഗികമായിട്ടുള്ള ചിന്തയോടുകൂടി കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ തൊഴിലിൽ 2024 ഇടവക്കൂറുകാർക്ക് വേണ്ടി വരുന്നതാണ്. അതിനനുസരിച്ച് പെരുമാറി മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം 2024 തൊഴിൽപരമായിട്ട് ഇടവക്കൂറുകാർക്ക് വളരെ നന്നായിട്ട് ആസ്വദിക്കാവുന്നതും പുരോഗമനം കൊണ്ടുവരാവുന്നതുമാണ്. ആഡംബര വസ്തുക്കളൊക്കെ വ്യാപാര വ്യവസായമൊക്കെ ചെയ്യുന്നവർ, ബ്യൂട്ടീഷ്യന്മാർ, കലാകാരന്മാർ, പാചകക്കാർ, ആഹാര സാധനങ്ങളൊക്കെ ക്രയവിക്രയം നടത്തുന്നവർ എന്നീ തൊഴിലിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ നല്ല സമയമാണ് 2024. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ വിഭാഗക്കാർക്കും ആദ്യ പകുതിയിൽ നിന്ന് കൂടുതൽ മെച്ചമായിട്ടുള്ള ഒരു രണ്ടാം പകുതിയായിരിക്കും 2024 ഫലമായി വരിക. ഇത്രയും കാര്യങ്ങളാണ് ഇടവക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള ഫലമായിട്ട് 2024 പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മിഥുനക്കൂറുകാരുടെ 2024 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. അടുത്ത ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം, ശുഭദിനം.